ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 15-ാം തീയതിയാണ് നമ്മുടെ അക്കുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി അച്ഛന് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് വന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അപ്പനും മോളും കൂടെ ഇരുന്ന് കളിക്കുകയാണ്. അക്കു തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പപ്പയ്ക്ക് ഫോട്ടോ കൊടുക്കും. സൂപ്പർ ഫോട്ടോ. കണ്ണെഴുതി കൊടുത്താ മാത്രമേ അറിയുള്ളൂ. അച്ഛൻ കണ്ണെഴുതി കൊടുത്താൽ മതി മതി മതി. ആ ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി കേട്ടോ അത് വെച്ച് കൊടുക്കുക, അത് വെച്ച് കൊടുക്കുക. തുറക്കാണ്ട് തുറക്കണ്ട തുറക്കണ്ട തുറക്കാണ്ട് വെച്ച് കൊടുക്കും. ആ മതി, ചെറുതായിട്ട് തൊട്ടെ. ഇങ്ങനെ ചോദിക്കും, ഞാൻ തന്നെ ചെയ്യണം. നോക്കാം, ഇതൊക്കെ അറിയാട്ടോ എത്ര പറ്റണ്ടേന്ന്. കൊച്ചിനറിയാം എവിടെ വെക്കണ്ടേന്ന്. അക്കു സ്വയം ചികിത്സയാന്ന് എനിക്ക് തോന്നുന്നേ. അക്കു പപ്പയ്ക്ക് പനിയുണ്ടോടാ? കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ചെന്നപ്പോഴത്തേക്ക് അപ്പാപ്പനോടെ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പയാക്കും കൂടെ ചിക്കനൊക്കെ കഴുകി. ഓ, ഇങ്ങനെ കഴുകി എന്ന് കഴുകി തീരാനായിട്ടായി ഓരോന്നെടുത്തിട്ട് കഴുകണം. അക്കും പപ്പയും ചിക്കൻ കഴുകാണോ? കുഞ്ഞുക്കും അപ്പൂപ്പനെ നോക്കി നിൽക്കുവാണോ? ആണോ കുഞ്ഞുക്കു? കുഞ്ഞുക്കു ചേച്ചി ചിക്കൻ കഴിയണം നോക്കിക്കൊണ്ട് നിൽക്കുവാടായി. ഇതെന്നാ പൂത? ഇത് ഉള്ളി. ആ നന്നാക്കിക്കോ, പൊളിച്ചു ചേർത്തിട്ടാ. ഉള്ളി. ആ മമ്മ പൊളിച്ചു തരാം. ആ തൊണ്ട് കളാം. ആ ഇതിന്റെ തൊണ്ട് കളഞ്ഞ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളി എടുത്ത്. ഉള്ളി ഗുഡ്. എന്റെ പാത്രത്തിലേക്ക് ഇട്. ഹായ്, നക്കൂസാണോ ഉള്ളിയുടെ തൊണ്ട് കളയുന്ന ആള്? അക്കു അപ്പൂപ്പൻ്റെ കൂടെ നടക്കുകയാണോ? ആ നടന്നോ കേട്ടോ. ആ ആ ആ എന്നെ വേണ്ടേ? അവൾക്ക് അപ്പാപ്പൻ്റെ അടുത്ത് പോവാനാ. ആ അവളെ കൊണ്ട് നോക്കോ. അപ്പൊ രണ്ടുപേർക്ക് അപ്പാപ്പൻ്റെ അടുത്തിരുന്നാ മതിയോ? അതിനവിടെ നിർത്തിട്ടത് കാണിക്കണോക്കി.
പപ്പയും മോളും കൂടെ കഴുകി വെച്ചിരുന്ന ചിക്കനൊക്കെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായി കഴുകി എടുത്തിട്ട് ഞാനത് വേഗം അങ്ങ് കറിയും കടപ്പത്ത് വെച്ചു. വലിയക്ക് പപ്പയുടെ അടുത്തും കുഞ്ഞുക്ക് ചേട്ടയുടെ കയ്യിലുമാണ് ഇരിക്കുന്നത്. കറിയൊക്കെ റെഡിയായി ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോഴത്തേക്ക് ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മക്ക് കൊടുത്തേ, അമ്മമ്മക്ക് ഞാൻ പാപ്പന് വിജി അപ്പാപ്പന് കൊച്ചിന് മൂടില്ല. എല്ലാവരും കൂടെ വന്നിരുന്നിട്ട് ഞങ്ങക്ക് മുറിക്കാൻ മതി, കഴിക്കണ്ട, കത്തി തരാൻ. പപ്പയ്ക്ക് കൊടുത്തേ, പപ്പയ്ക്ക് 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 പപ്പയ്ക്കോ അവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് ക്രൈയിലോട്ടാണ് പോയത്. അവിടെ അപ്പൂൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെയുള്ള എല്ലാ കളിപ്പാട്ടത്തിലും അക്കു കയറി കളിയൊക്കെ ആയിരുന്നു. അക്കുന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ക്രൈയിലെ ഷോറൂം. എവിടെ നോക്കിയാലും കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് തിരിച്ചു പോരാൻ നേരത്ത് ഭയങ്കര കരച്ചിലും ആയിരുന്നു കേട്ടോ. പതിയെ പതിയെ ഇരിക്ക്. അക്കു പോവാം, അപ്പു അപ്പു പോവാം, അപ്പു പോവാം. അയ്യോ അപ്പൂത്തി വീഴും. ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അമ്മച്ചിയുടെ വീട്ടിലേക്കാണ്, അക്കുവിൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട്. അവിടെയാണ് നൈറ്റ് കേക്ക് കട്ട് ചെയ്യുന്നത്. അവിടെ മേന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അത് 22-ാം തീയതിയാണ്. അത് നമ്മൾ മുറിക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ആണ്ടാണ് 23-ാം തീയതി. അപ്പോൾ തലേദിവസം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും ഉള്ളപ്പോൾ അക്കുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് വീട്ടിൽ വെച്ച് മുറിക്കാമെന്ന് കരുതി. അക്കുവിൻ്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you. അമ്മ എനിക്കതൊക്കെ
ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കാണ് നമ്മൾ ബർത്ത്ഡേക്ക് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അടുത്ത് തന്നെ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചൊരു 11:30 ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ്. പോട്ടേട്ടപ്പാ പണ്ടമ്മേ ടാറ്റ. അക്കു ടാറ്റ കൊടുത്തേ. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ടാറ്റ കൊടുത്തേ. അക്കു ഉറക്കം തൂങ്ങിയിരിക്കുക. ദേ പപ്പ വണ്ടി തിരിക്കണതാടാ. ദേ അപ്പാപ്പയ്ക്ക് ടാറ്റ കൊടുത്തേ. ഇതാണ് കേട്ടോ നമ്മൾ അക്കുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എടുത്ത സ്റ്റഡി ടേബിൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.